കൗൺസിലറായിട്ട് നഗരസഭയിൽ എത്തും. അതിൽ യാതൊരു സംശയമില്ല. ബാക്കിയുള്ള തീരുമാനം പാർട്ടിയുടെ. നമ്മുടെ നഗരസഭ 3 പതിറ്റാണ്ടിലേറെ കാലമായി ഈ LDFന്റെ ഒരു കോട്ടയാണ്. UDF ഇത്തവണ പിടിക്കുമെന്ന് പറയുന്നു, പിടിച്ചെടുക്കുമെന്ന് പറയുന്നു. LDF നേതാക്കൾ എല്ലാവരും പറയുന്നു അവർ സ്വപ്നം കാണട്ടെ എന്നാണ്. അപ്പോ സ്വപ്നം കാണാം, എല്ലാവർക്കും സ്വപ്നം കാണാം. അപ്പൊ എല്ലായിടത്തും ഞങ്ങൾ എല്ലാ വാർഡുകളിലും ഒക്കെ പോയപ്പോ വലിയ വോട്ടർമാരുടെ വലിയ തിരക്കാണ്. അപ്പോ ചില UDF നേതാക്കന്മാർ ഇതാ കണ്ടില്ലേ വോട്ടർമാരെ, ഇതൊക്കെ എന്തോ അത്ഭുതം സംഭവിക്കാനെന്ന് പറയുന്നു. അപ്പൊ CPMന്റെ നേതാക്കന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത്ഭുതമൊന്നും സംഭവിക്കില്ല. പ്രത്യേകിച്ച് നിലവിലെ, അതായത് ഇപ്പോൾ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന P. ഷാജി ഉൾപ്പെടെ പറഞ്ഞത്, അതുപോലെ V. ശശികുമാർ ഉൾപ്പെടെയുള്ള എല്ലാ LDF നേതാക്കളും പറഞ്ഞത് ഒരു അത്ഭുതം സംഭവിക്കില്ല, LDF തന്നെ വരുമെന്ന്. അപ്പൊ LDF വീണ്ടും അധികാരത്തിലെത്തിയാൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണന ഉണ്ടാവുന്ന മുൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആയിരുന്ന നസീർ ടീച്ചർ. ഇവിടെ LDFന്റെ നേരത്തെ 26-ാം വാർഡായിരുന്നു, ഇപ്പോ നേരത്തെ 25-ആയിരുന്നു, ഇപ്പോ 26-ാം വാർഡ്. LDFന്റെ ഒരു ഉരുക്കുകോട്ടയാണ്. ടീച്ചറെ, നിങ്ങൾ മത്സരിക്കുന്ന വാർഡ് ശരിക്കും പറഞ്ഞാൽ വിജയപ്രതീക്ഷയുള്ള വാർഡാണെന്ന് എല്ലാവരും പറയുന്നത്. വിജയിച്ച് നഗരസഭാ അധ്യക്ഷയായി ആ നഗര കാര്യാലയത്തിലെത്താൻ കഴിയുമെന്നാണ് പൊതുവെ ഈ നാട്ടുകാരോട് പറഞ്ഞത്, ഞങ്ങളോട് പറഞ്ഞത്. എന്താണ് ആത്മവിശ്വാസത്തിന്റെ ഒരു അങ്ങേതലം വരെ എത്തുന്ന ആത്മവിശ്വാസം എന്താണ്? പൂർണ്ണമായിട്ടും വളരെയധികം ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഇവിടെ നടന്നിട്ടുള്ള വോട്ടിംഗ് പെർസെന്റേജ് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞങ്ങള് ജയിക്കും എന്നുള്ള കാര്യത്തിലല്ല ഞങ്ങളെ സംശയം. ഞങ്ങൾക്ക് ഭൂരിപക്ഷം കൂട്ടും, ഇതിനേക്കാൾ കൂടും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതായത് പല LDFലെ സ്ഥാനാർത്ഥികളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ ജയിക്കുമെന്ന് ഉറപ്പാണ്, ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ഉണ്ണികൃഷ്ണ മാഷൊക്കെ അങ്ങനെ പറഞ്ഞത്. അപ്പോ അങ്ങനെ ജയിപ്പിക്കാം. അപ്പൊ ഇവിടെ UDF ഉണ്ട്, NDA ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഇത്രയും നല്ലൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുമെന്ന് എങ്ങനെയാണ് ജനങ്ങളിൽ നിന്ന് പ്രതികരണമാണോ? അതെ, തീർച്ചയായിട്ടും. ഞങ്ങൾ വീട് കയറുന്ന അവസ്ഥ, ഞങ്ങൾ യോഗങ്ങൾ കൂടുമ്പോൾ എല്ലാം ജനങ്ങൾ, കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ഈ വാർഡിൽ നിന്ന് തന്നെയാണ് മത്സരിച്ച് ഏറ്റവും കൂടുതൽ നഗരസഭയിൽ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചിട്ടുള്ള കൗൺസിലറും കൂടിയാണ്. അതുകൊണ്ട് തന്നെ 5 വർഷമായിട്ട് നമ്മളിവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട്, അതെല്ലാം അവര് തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്ര ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നത്. അല്ല, എതിരാളികളെ UDFകാര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത്തവണ കോട്ടകൾ പലതും പൊളിയും, കോട്ടകൾ പലതും തകരും, അങ്ങനെയൊക്കെ സംഭവിക്കും, അടിയൊഴുക്കുകൾ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ CPM നേതാക്കൾ പറഞ്ഞു ഒരു കോട്ടയും തകരില്ല, UDFന്റെ കോട്ടകളാണ് തകരുന്നതെന്ന് പറയുന്നു. അപ്പൊ കോട്ടകളിൽ ചിലത് തകരുമെന്ന് പറഞ്ഞ ഉറച്ച കോട്ടകളെ കുറിച്ച് പറഞ്ഞതിൽ ഒരു കോട്ട ഇതാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ കോട്ട തകരുമെന്നൊക്കെ ഉള്ള UDFന്റെ അത്ര ആത്മവിശ്വാസത്തോടുള്ള പറച്ചിലുകൾ യാഥാർത്ഥ്യമാവോ? ഒരിക്കലും യാഥാർത്ഥ്യമാവില്ല. ഇതൊരു LDFന്റെ കോട്ട തന്നെയാണ്. ഞങ്ങൾക്ക് മുമ്പേ നടന്നിട്ടുള്ള ഒരുപാട് സഖാക്കളുണ്ട്. അവര് മുന്നേ കൊണ്ട് നടന്നിട്ടുള്ള ഒരു ആശാരിക്കര വാർഡാണിത്. അപ്പൊ ഒരിക്കലും ആ ഒരു കോട്ട തകർക്കാൻ ഇപ്പുള്ള സഖാക്കളും ഞങ്ങളും ഒരിക്കലും അതിന് സമ്മതിക്കില്ല. LDF വീണ്ടും അധികാരത്തിലെത്തിയാൽ പൊതുവെ എല്ലാവരും പറയുന്നത് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നസീർ ടീച്ചർ തന്നെ വരാനും സാധ്യത എന്നാണ്. അപ്പൊ ആ സാധ്യത കണ്ട് ഞങ്ങൾ മാധ്യമപ്രവർത്തകരൊക്കെ അല്ലെങ്കിൽ നാട്ടുകാരെല്ലാവരും, ഈ പെരുന്തൽമണ്ണക്കാരെല്ലാവരും ആ നഗരകാര്യാലയത്തിലേക്ക്, ആ നഗരസഭാ ചെയർപേഴ്സന്റെ ആ പദവിയിലേക്ക്, ആ ചെയറിലേക്ക് ടീച്ചർ വരുമെന്ന് നാട്ടുകാരെ പ്രതീക്ഷിച്ചാൽ ആ പ്രതീക്ഷ അസ്ഥാനത്താവോ? ജനങ്ങള് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ജനങ്ങളുടെ പ്രതീക്ഷ തന്നെയാണല്ലോ. ഓരോ സ്ഥാനാർത്ഥിയും ജയിച്ചു വരണം, കൗൺസിലർ ആവണം, ആ വാർഡിലെ കാര്യങ്ങൾ ചെയ്യണം തന്നെയാണ് ഓരോ വോട്ടർമാരും അത് തന്നെയാണ് പ്രതീക്ഷിക്കുക. ബാക്കി ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞങ്ങൾക്ക് പാർട്ടിയാണ് ഏറ്റവും വലുത്, പാർട്ടിയാണ്. പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട്. കൗൺസിലറായിട്ട് നഗരസഭയിൽ എത്തും, അതിൽ യാതൊരു സംശയമില്ല. ബാക്കിയുള്ള തീരുമാനം പാർട്ടിയുടേതാണ്. ഏതായാലും നേരത്തെ UDFലെ പല നേതാക്കൾ ഉൾപ്പെടെ പ്രവർത്തകർ പറഞ്ഞ പോലെ നഗരസഭാ ചെയർപേഴ്സൺ ഒരുപക്ഷെ അത്ഭുതം സംഭവിച്ചാൽ അവരുടെ കാര്യം പറഞ്ഞു. പക്ഷെ ഇവിടെ നസീർ ടീച്ചർ വളരെ വ്യക്തമായി പറഞ്ഞു, പാർട്ടിയാണ് വലുത്, പാർട്ടിക്ക് മുകളിൽ വ്യക്തിയില്ല, പാർട്ടിയാണ് ഏറ്റവും വലുത്, ആ പാർട്ടിയോടൊപ്പമാണ് എല്ലാവരും ഉണ്ടാവുക. അപ്പോ പാർട്ടി തീരുമാനിക്കും നഗരസഭയിലേക്ക് LDF ഭരണത്തിൽ വന്നാൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ആരാവണമെന്ന്. പക്ഷെ ജനം തീരുമാനിച്ചു, ജനാഭിപ്രായം ഇങ്ങനെയൊക്കെയാണ്, LDF വന്നാൽ നസീർ ടീച്ചർ ആവാം നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്കെന്ന്. അത് ജനത്തിന്റെ ആഗ്രഹമായിരിക്കുമല്ലോ, പാർട്ടി പ്രവർത്തകരുടെയും അനുഭാവികളുടെയും ആഗ്രഹമായിരിക്കാം. അപ്പോ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. മാത്രമല്ല, ആരാണ് വാഴേണ്ടത്, ആരാണ് വാഴിക്കേണ്ടാത്തത് എന്ന് ജനമാണ് തീരുമാനിക്കുന്നത്. ഏതായാലും പ്രതീക്ഷകൾ എല്ലാവർക്കും ഉണ്ട്. ആരെ വാഴിക്കണമെന്ന് ജനം തീരുമാനിക്കട്ടെ എന്നാണ് എനിക്ക് പറയാൻ പറ്റൂ. ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10.
പെരിന്തൽമണ്ണ. ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ 40% വരെ ഓഫർ. സ്വർണ്ണ വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ വിവാഹ പാർട്ടികൾക്ക് 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും സ്പെഷ്യൽ പാക്കേജുകളും. പണിക്കൂലിയില്ലാതെ തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്പെഷ്യൽ സ്കീമുകൾ. എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ 0% ഡിഡക്ഷനിൽ പുതിയ ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം. വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, പൊന്നാനി, നിലമ്പൂർ.